ഓക്കെ, സോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ HTML CSS ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ വെബ് പേജ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ വേർഷൻസ് നമ്മൾ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമായ ഗിറ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. ഓക്കെ, സോ അപ്പം നമ്മൾ ഈ ഗിറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ലൈക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഗിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് വരും. അതിൽ നമ്മൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ വിൻഡോസ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാമ്പിൾ വെബ് പേജിൻ്റെ ഒരു കോഡാണിത്. നമുക്ക് ഈ സാമ്പിൾ വെബ് പേജിൻ്റെ ഒരു ഓവർവ്യൂ കാണാം. സോ ഇതാണ് അത്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിറ്റിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് ഇനിഷ്യലൈസ് ആവും. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പിൾ വെബ് പേജിൻ്റെ വേർഷൻസ് ട്രാക്ക് ചെയ്യാൻ പോകണം. സോ ഫസ്റ്റ് വേർഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ടെർമിനലിൽ ആ കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ വെബ് പേജിന്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യും. ആ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വേർഷനിലേക്ക് പോകേണ്ട ഫയൽസ് ആഡ് ചെയ്യാനായിട്ട്, അതായത് index.html എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിലേക്ക് അടുത്ത നമ്മൾ പോകേണ്ട ഫയൽസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തതിന് ശേഷം കമ്മിറ്റ് -m അതിനകത്ത് നമ്മൾ ഒരു കോട്ട്സിൽ ഈ സ്ട്രിങ് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ കമ്മിറ്റ് m യൂസ് ചെയ്യുന്നത്. കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഓക്കെ, നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള സാമ്പിൾ വെബ് പേജിൽ നമ്മൾ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ് പേജിൻ്റെ സെക്കൻഡ് വേർഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. സോ ആ വേർഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെബ് പേജിൽ വന്ന റിഫ്ലക്ഷൻ നോക്കാം. സോ ഇതാണ് ആ വെബ് പേജിൽ നമ്മൾ പാരഗ്രാഫ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓവർവ്യൂ. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പിൾ വെബ് പേജിൽ നമ്മൾ സെക്കൻഡ് വെർഷൻ ആഡ് ചെയ്തല്ലോ. ഈ സെക്കൻഡ് വെർഷനിലേക്ക് നമ്മൾ ആഡും കമ്മിറ്റും കമാൻഡ്സ് ടെർമിനലിൽ റൺ ചെയ്യാൻ പോവാണ്. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിറ്റിൽ ഒരു കമാൻഡാണ് ലോഗ് എന്ന് പറയുന്നത്. ഈ ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത കമ്മിറ്റ്സിന്റെ ഒരു നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ ഗിറ്റ് ലോഗ് യൂസ് ചെയ്യുന്ന കമാൻഡ്. ഓക്കെ, സോ നമ്മൾ കമാൻഡ് ആയ ലോഗ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിഫ്ലക്ഷനാണ് കാണുന്നത്. നമ്മൾ ഇത്രയുമാണ് നമ്മുടെ ഇതുവരെയുള്ള ഗിറ്റിൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സാമ്പിൾ വെബ് പേജ് HTML വെച്ച് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗിറ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ പല വേർഷൻസ് ട്രാക്ക് ചെയ്തു. സോ ഗിറ്റ് എന്ന് പറയുന്നത് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. നമ്മുടെ കൂടുതലും കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ മാറ്റങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഓൺലൈൻ ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.